ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മിറർ ഗ്ലേസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കാണാറുണ്ടല്ലോ ഒരു കേക്ക്. ആ കേക്കാണ് മിറർ ഗ്ലേസ് കേക്ക്. നല്ല ഭംഗിയാണ് കാണാൻ, അതേപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്പോഞ്ച് കേക്കാണ്. ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ വാനില സ്പോഞ്ച് കേക്കും എടുക്കാം കേട്ടോ. രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനായിട്ടൊക്കെ കൊടുക്കാം. ഇനി നമുക്കിത് 3 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ ഒരു കേക്ക് കട്ടർ ഉപയോഗിച്ച് നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് സ്റ്റാൻഡിൽ അല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ച് കൊടുക്കാം. ഇത് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ചൂട് തണഞ്ഞ ഷുഗർ സിറപ്പാണിത്. ഇനി നമുക്കിതിലോട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ എങ്ങനെ വേണം നിങ്ങൾക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വിപ്പിംഗ് പൗഡറിന് എങ്ങനെ നല്ല സ്റ്റിഫായിട്ട് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നെയ്യിൽ നിന്ന് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വേണ്ടവരൊന്ന് പോയി കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ ലെയറും കൂടി നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ചെയ്ത് കൊടുത്തിട്ട് 3 ലെയറും അതേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നാൽ മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റ് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് പീസും കൂടി ഇതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള ഷുഗർ സിറപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എങ്കിലും നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തമായിട്ടൊന്ന് വിപ്പിംഗ് ക്രീമിൽ കവർ ചെയ്തിട്ട് എടുക്കണം. എല്ലാ സൈഡിലും വിപ്പിംഗ് ക്രീം തേച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. അതേപോലെ നമുക്ക് കഴിയുന്ന അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു തിൻ കോട്ടിങ് ചെയ്തെടുത്തിട്ട് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത കോട്ടിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ തിന്നായിട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഞാനിതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. എന്നിട്ട് വേണം നമുക്ക് അടുത്തത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ടൈമിൽ കയ്യിൽ നിന്ന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എങ്കിലേ നമ്മൾ ഈ മിറർ ഗ്ലേസ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. വിപ്പിംഗ് ക്രീം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ടോ എന്ത് വെച്ചിട്ടാണ് നമ്മൾ തേക്കുന്നത് അത് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ലെവലായിട്ട് വന്നോളും. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് മാക്സിമം ലെവലാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതൊരു 2 മണിക്കൂർ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് തണുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ മുകളിൽ മിറർ ഗ്ലേസ് പിടിക്കുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മിറർ ഗ്ലേസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം 1 കിലോൻ്റെ വൈറ്റ് ചോക്ലേറ്റിൽ 1 പീസാണ് എടുത്തേക്കുന്നത്. 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് നമുക്ക് വേണ്ടത്. ഇതിന് പകരമായിട്ട് മിൽക്കി ബാർ എടുത്താലും മതി 100 ഗ്രാംസിൻ്റെ. ഇനി നമുക്ക് ജലാറ്റിൻ ഒന്ന് കുതിരാൻ വെക്കാം. 1/4 കപ്പ് വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ജലാറ്റിന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ആ ടൈമിൽ നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 കപ്പ് പഞ്ചസാര എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിറർ ഗ്ലേസ് നല്ലൊരു ഗ്ലേസിങ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി മധുരം കൂടുന്നൊന്നും വിചാരിക്കരുത്. കറക്റ്റ് പാകത്തിലുള്ള മധുരം തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്ക് ഇത് ഗ്യാസിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ജലാറ്റിന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം ജലാറ്റിന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒത്തിരി ഇങ്ങനെ കുറുക്കി എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. കാരണം ഒത്തിരി കുറുക്കി കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഗ്ലേസ് ഒത്തിരി കട്ടിയായിട്ട് പോകും ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 100 ഗ്രാംസ് ചോക്ലേറ്റ് ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന മിക്സിൻ്റെ ചൂട് കൊണ്ട് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേറൊരു ഡപ്പയിലോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് വേണം നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ചെറിയ പീസൊക്കെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ അതൊക്കെ കിടക്കും മുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിന്ന് അല്പം ഒന്ന് മാറ്റിയിട്ട് അതിൽ റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വൈറ്റ് കളറിൽ വേണമെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് തന്നെ കളർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ചൂട് തണഞ്ഞിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, മൊത്തമായിട്ട് ചൂട് ഫുള്ളായിട്ട് തണയണം കേട്ടോ. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടൊരു ബൗൾ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചൂട് മൊത്തമായിട്ട് തണഞ്ഞിരിക്കുന്ന നമ്മുടെ മിറർ ഗ്ലേസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ സൈഡ് കൂടൊക്കെ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരുന്നത് മൊത്തമായിട്ട് ഒരു കേക്കിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ബാക്കിയുള്ളത് ഇതേപോലെ സൈഡ് കൂടൊക്കെ താഴോട്ട് വന്നോളും. നമ്മൾ താഴെ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്കി വരുന്നത് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടി മൊത്തം ഒഴിച്ച് കൊടുക്കാൻ വേണം. എന്നിട്ട് നിങ്ങൾക്ക് തിക്കായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ താഴെ ഉള്ളതുണ്ടല്ലോ അതൊന്നുകൂടെ എടുത്തിട്ട് ഇതേപോലെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി നല്ല തിക്കായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ മിറർ ഗ്ലേസ് കിടക്കും. അതേപോലെ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് ഒക്കെ അതേപോലെ ഒന്ന് വെച്ചേക്കാം കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒക്കെ ഒലിച്ചിറങ്ങുന്നതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒലിച്ച് കഴിഞ്ഞിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അതേപോലെ വെക്കണം. എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റിയും അതേപോലെ സിമ്പിളായിട്ടുള്ള മിറർ ഗ്ലേസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാനും ശ്രദ്ധിക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്